ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വ്യൂ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു ഫ്രോക്കിൻ്റെ ലൈനിങ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ വീഡിയോ ആണ്, പക്ഷേ ഇത് കുറേ പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലൈനിങ് ആണ് എടുക്കുക. അപ്പോൾ ലൈനിങ് എടുത്തിട്ട് നമ്മൾ ഒന്നുകിൽ വിഡ്ത്ത് വൈസിൽ ഫോൾഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ലെങ്ത്ത് വൈസിൽ ഫോൾഡ് ചെയ്ത് നോക്കുക. വിഡ്ത്ത് വൈസിൽ എങ്ങനെ ഫോൾഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് 4 എണ്ണാക്കി മടക്കണമല്ലോ, അതായത് 2 പ്രാവശ്യം ഫോൾഡ് ചെയ്യണം. അങ്ങനെ മടക്കുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റിൻ്റെ അവിടെയുള്ള മെഷർമെൻറ്റ് എത്രയാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ പോലും കിട്ടുന്ന രീതിയിലാണ് നിങ്ങളുടെ വിഡ്ത്ത് ഫാബ്രിക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മടക്കാം. എനിക്കിവിടെ അങ്ങനെ കിട്ടുന്നില്ല. അതായത് ഇപ്പോൾ 28 ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ട്. അപ്പോൾ അതിൻ്റെ 4/1 നമ്മൾ കണക്കാക്കുമ്പോൾ 7 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ ലൂസിന് വേണ്ടി ഇവിടെ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് 1/2 ഇഞ്ചാണ്. അപ്പോൾ 7.5 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ ഒരു 1-2 ഇഞ്ചായിരിക്കും ഞാൻ സീം അലവൻസ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ ആ ഒരു വിഡ്ത്ത് നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത ഫാബ്രിക് നിങ്ങൾക്ക് അങ്ങനെ തന്നെ മടക്കാം. അപ്പോൾ എനിക്കങ്ങനെ കിട്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ നീളത്തിലുള്ള പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കിൽ ഞാൻ സിബ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ബാക്കിലോട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ നീക്കി മാർക്ക് ചെയ്യണം. അതും ഓപ്പൺ സൈഡ് ബാക്കിലേക്ക് വരുന്ന രീതിയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിൽ നമ്മളിതാ ഒരു 1/2 ഇഞ്ച് സിബിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞല്ലോ, അത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ചില ആളുകൾ 1/4 ഇഞ്ചേ കൊടുക്കുള്ളൂ, ചില ആളുകൾ 1 ഇഞ്ച് വരെ കൊടുക്കും. അത് നമ്മളുടെ എങ്ങനെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എടുക്കാറുള്ളത് ആ ഒരു അലവൻസിനനുസരിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം ആ ഒരു ലൈനിൽ ചേർത്തി വെക്കുക. അതാണ് ഫ്രണ്ടിലേക്കുള്ള ഭാഗം. ശരിക്കും പറഞ്ഞാൽ അയൺ ചെയ്ത് എടുക്കണം കേട്ടോ, അതിൽ ചെറിയൊരു ഫോൾഡിങ്സ് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എപ്പോഴും ഇതുപോലെ സീം അലവൻസ് എക്സ്ട്രാ ആദ്യം മാർക്ക് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം മുകളിൽ വരച്ചിരിക്കുന്ന ലൈന് നമ്മളുടെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കാനും, പിന്നെ താഴെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു വര വരച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ജോയിൻ ചെയ്യാനുള്ള സീം അലവൻസ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി ആ വരയുടെ താഴേന്ന് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. താഴെ ഞാൻ എടുക്കുന്നത് 11.5 ഇഞ്ചാണ് ബോഡീസിൻ്റെ ലെങ്ത്തായിട്ട് എടുക്കുന്നത്. അത് പറഞ്ഞില്ലല്ലോ അല്ലേ, ഇത് 10 വയസ്സായ കുട്ടിക്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 11.5 ഇഞ്ച് എടുത്തു. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്തിട്ട് 12 ഇഞ്ചിലും മാർക്ക് ചെയ്തു. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴത്തെ സ്കേർട്ട് പാർട്ടുമായിട്ട് നമ്മുടെ ഫ്രോക്ക് ജോയിൻ ചെയ്തെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 11.5 ഇഞ്ചും 12 ഇഞ്ചിലും മാർക്ക് ചെയ്തു. ഇനി അത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇത്രയും നമ്മൾ ചെയ്തതെല്ലാം തന്നെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും സെയിം ആണ്, എക്സെപ്റ്റ് ഈ ഒരു ലെങ്ത്ത് ഒഴികെ. ലെങ്ത്ത് എടുക്കുന്നതിൽ മാത്രം നിങ്ങൾ, അതായത് ഷോൾഡർ മുതൽ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ നേവൽ ഉണ്ടല്ലോ അതിൻ്റെ തൊട്ട് അടുത്ത് വരെ എടുക്കാം. അത് ഓരോരുത്തർക്കും ഇഷ്ടമാണ്. അതിൻ്റെ മുകളിൽ എടുക്കുന്നവരുണ്ട്, അതേ ലെവലിൽ എടുക്കുന്നവരുണ്ട്, അങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ കുട്ടിക്ക് പാകമുള്ളൊരു ഉടുപ്പ് എടുക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ നോക്കുക. ആ മുകളിലത്തെ ഭാഗം മാത്രം ഈ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് നോക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഓൾറെഡി മുകളിൽ വരച്ചിരിക്കുന്ന ഈ ഒരു സീം അലവൻസും താഴെ വരച്ചിരിക്കുന്ന സീം അലവൻസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനിയാണ് നമ്മുടെ ഷോൾഡർ. അപ്പോൾ ഷോൾഡറിൻ്റെ കാൽക്കുലേഷനും ഞാൻ ഇതിനു മുമ്പും ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതി കാണുക. അതിനുശേഷം നമ്മുടെ എത്രയാണോ നമ്മൾ ഇറക്കുന്നത്, അതായത് ബാക്ക് നെക്കിൻ്റെ ഇറക്കം അനുസരിച്ച് ഷോൾഡറിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മൾ കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ ഞാനിവിടെ 5.5 ഇഞ്ചാണ് ഷോൾഡർ കൊടുത്തിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ ആം ഹോൾ ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നു. എല്ലാം മാർക്ക് ചെയ്യുന്നത് ആ മുകളിലത്തെ ലൈനിൽ നിന്നും താഴേക്കാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്, കാരണം അവരത് കയറ്റി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 1/2 ഇഞ്ചിൻ്റെ ഡിഫറൻസ് അവിടെ വരും. അപ്പോൾ എപ്പോഴും ആ ഒരു സീം അലവൻസ് കഴിഞ്ഞിട്ടാണ് ഈ താഴേക്കുള്ള ഡൗൺ മാർക്കിങ്സൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി കൊടുത്തു. അതിന് ശേഷം 5 ഇഞ്ച് താഴേക്ക് ആം ഹോളിന് വേണ്ടി കൊടുത്തു. ഇനി അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെസ്റ്റ് റൗണ്ടിൻ്റെ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ ചെസ്റ്റ് റൗണ്ട് 28 അതിൻ്റെ 4/1 കാണുമ്പോൾ 7. അതിൻ്റെ കൂടെ നമ്മളൊരു ലൂസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈസിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ചേർത്തിട്ട് 7.5 ഇഞ്ചിലും അതിൻ്റെ കൂടെ 1.5 ഇഞ്ചിലും മാർക്കിംഗ് കൊടുത്തു. 1.5 ഇഞ്ച് സീം അലവൻസ് ആണ്, ഭാവിയിൽ തടി കൂടിയാലോ അല്ലെങ്കിൽ തുണി പിഞ്ഞി പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇടുന്നതാണ് അടുത്ത മാർക്കിംഗ്. അപ്പോൾ 7.5 ഇഞ്ചിലാണ് ആദ്യത്തെ മാർക്കിംഗ്, അടുത്ത മാർക്കിംഗ് 1.5 ഇഞ്ചിൽ. എന്നിട്ട് ഇതുപോലെ ഒരു ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് ആം ഹോളിൻ്റെ മിഡിൽ പോയിന്റിൽ നിന്ന് ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമുക്കൊരു ആം ഹോൾ റൗണ്ട് കിട്ടും. ഇവിടെ അത് 12. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 3/4 ഇഞ്ച് തൊട്ട് 1 ഇഞ്ച് വരെ ഈസിന് വേണ്ടി ആഡ് ചെയ്യാം. ഞാനിവിടെ
1 ഇഞ്ച് ഈസ്റ്റിന് വേണ്ടി ആഡ് ചെയ്തിട്ട് 13. അപ്പോൾ അതിൻ്റെ പകുതിയായിട്ടുള്ള 6.5 ഇഞ്ച് ഇതുപോലെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കെയാണ്. അതല്ല ഒരല്പം ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാലും വലിയ പ്രശ്നം വരില്ല. അതല്ല അതിൽ കൂടുതൽ പ്രശ്നം വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഈ ആം ഹോളിൻ്റെ ലെങ്ത്ത് നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വരയ്ക്കേണ്ടി വരും. ഇനി നമ്മൾ നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് കണ്ടില്ലേ, ആ ബാക്ക് പീസിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആ ഫ്രണ്ട് പീസിൽ നിന്ന് മാത്രമാണ് മാർക്ക് ചെയ്യുന്നത്. 2.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് ഇട്ട് തിരിച്ചടിക്കുന്നത് കൊണ്ട് 2.5 ഇഞ്ചിൽ അത് റെഡി ആയി കഴിയുമ്പോൾ വരും. അതുപോലെ നിങ്ങൾക്ക് എത്രയാണോ ബാക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിനെക്കാട്ടിലും ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അത്ര തന്നെ വരും. അപ്പോൾ ഞാനിവിടെ 2.25 അതേപോലെ തന്നെ അപ്പോൾ എനിക്ക് ബാക്ക് 3 ഇഞ്ച് വരും. അതേപോലെ 3.5 ഇഞ്ചിൽ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്ത് വരുമ്പോൾ 3.25 ഇഞ്ച് വരും. എന്നിട്ട് ഞാൻ സ്ക്വയർ നെക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2.25 ഇഞ്ച് ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഷോൾഡർ സ്ലോപ്പ് ഉണ്ടല്ലോ, ആദ്യം അത് സ്റ്റിച്ച് ചെയ്യേണ്ട ലൈനും പിന്നെ അതിൻ്റെ സീം അലവൻസും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 9.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വണ്ണം, അതായത് ഷേപ്പ് ലെങ്ത്താണ് 9.5 ഇഞ്ച്, അവിടുത്തെ വണ്ണവും നേരത്തെ നമ്മൾ ചെസ്റ്റ് ചെയ്ത അതേപോലെ തന്നെ 4/1 കാണുക, ഒരു 1/2 ഇഞ്ച് ലൂസ് കൂട്ടുക, വീണ്ടും 1.5 ഇഞ്ച് സീം അലവൻസും ചേർത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ താഴെ, അതായത് 11.5 ഇഞ്ചിലാണ് ഞാൻ ബോഡീസ് ലെങ്ത്ത് മാർക്ക് ചെയ്തത്. അപ്പോൾ ബോഡിയിൽ നിന്ന് 11.5 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടുത്തെ അളവും ഇതേപോലെ ചെയ്യുക. 4/1 കാണുക, അതിനുശേഷം 1/2 ഇഞ്ച് ലൂസിന് വേണ്ടി കൊടുക്കുക, അവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം 1.5 ഇഞ്ച് സീം അലവൻസ് ഇടുക, മാർക്ക് ചെയ്യുക. ഇനി ബോട്ടം പാർട്ട് നമ്മളിതാ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്തൊന്ന് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു തൂങ്ങി കിടക്കുന്ന പോലെ വരും, നമ്മൾ താഴത്തെ പാർട്ടും കൂടി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ. ഇനി നമുക്ക് എവിടെയൊക്കെയാണോ നോച്ചസ് ഇടാനുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മാത്രം നമ്മൾ നെക്കും ആം ഹോളൊക്കെ മാറ്റി കട്ട് ചെയ്താൽ മതി. ഫ്രണ്ടിൻ്റെ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യണു, പിന്നെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യണു. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലെ ആം ഹോൾ മാത്രം ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ടൊന്ന് കുഴിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്താണ് ബോട്ടം പാർട്ട്. ബോട്ടം പാർട്ട് ഞാനിവിടെ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എ ലൈൻ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 37.5 ഇഞ്ചാണ് റെഡി ആയി കഴിയുമ്പോൾ, സീം അലവൻസ് ഒന്നും കൂട്ടാതെ. അതിൽ നിന്ന് നമ്മളുടെ യോക്ക് പാർട്ടിന് നമ്മൾ എടുത്തിരിക്കുന്നത് 11.5 ഇഞ്ചാണ്. സീം അലവൻസ് ഒന്നും കൂട്ടാതെയുള്ള കാര്യം പറയണത് 11.5 ഇഞ്ച്. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെ റെഡിയായി കഴിയുമ്പോൾ വരേണ്ട ലെങ്ത്ത്. അപ്പോൾ 26 ഇഞ്ചാണ് എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മൾ ലൈനിങ്ങിൽ ഈ 26 ഇഞ്ച് മുഴുവനും എടുക്കണം എന്നില്ല, നിങ്ങൾക്കൊരു 2-3 ഇഞ്ച് കുറച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ 25 ഇഞ്ചിൽ കട്ട് ചെയ്യുന്നു. കാരണം നമുക്ക് മടക്കി അടിക്കുകയും അതുപോലെ മുകളിലൊരു 1/2 ഇഞ്ച് ഈ ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാനും കൂടി ചേർക്കുമ്പോൾ നമുക്ക് കുറച്ച് ലെങ്ത്ത് കുറഞ്ഞോളും. അതായത് താഴെ 1 ഇഞ്ചും കുറയും, മുകളിൽ ഒരു 1/2 ഇഞ്ചും കുറയും. അപ്പോൾ 25 വീണ്ടും നമുക്ക് 1.5 ഇഞ്ചോളം കുറയും. അപ്പോൾ ഞാനിവിടെ 25 ഇഞ്ചിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അത് എ ലൈൻ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഈ ഒരു ലൈനിങ് ഫാബ്രിക്കിനുള്ള വിഡ്ത്ത് അത് അങ്ങനെ എടുക്കുകയാണ്, മടക്കി എടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ 25 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഇങ്ങനെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു യോക്ക് പാർട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമ്മളിതാ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അറ്റം വരെ ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ലൈനിങ് ബോട്ടം പാർട്ട് കട്ട് ചെയ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആവാനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിന് മുമ്പ് നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്